afternoon all. Good afternoon, ma'am. Okay. കുറേ പേർക്കൊക്കെ പരിചയം ഉണ്ടാവും അല്ലേ? പരിചയം ഉണ്ടോ? നിങ്ങളൊക്കെ ഏതൊക്കെ ബാച്ചായിരിക്കും? 13, 14, 16 ഏത് ബാച്ചാണ്? ബാച്ച് ഉണ്ട്. എല്ലാവരും 16 ആണ്. അപ്പോൾ 16 പരിചയം ഉണ്ടാവും. 15 ഉണ്ട്. ഓക്കെ, 15 ഞാൻ ഇല്ലായിരുന്നു. പഠിച്ചത് അല്ല. പേര് 15-കാരാണ്. 14-കാരുണ്ട്. 14-ഉം പരിചിതമായിരിക്കും. അപ്പോ നമുക്ക് മുന്നോട്ട് പോവാം. ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ലോ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ബേസിക്കലി അല്ലെ അത് എടുത്ത് കഴിഞ്ഞതാണ് ചെയ്ത് ഡിപ്ലോമ കഴിഞ്ഞ കാരണം കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്തായിരിക്കും ക്ലാസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാം. ഏകദേശം മോക്ക് ടെസ്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലാസ് എങ്ങനെ പോകണമെന്നതിനെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. സ്പീഡ് കൂടുകയാണെങ്കിലും ഒക്കെ ചോദിക്കാം. എനിക്കറിയാം PG ആണ്. അപ്പൊ ഇച്ചിരി കൂടുതലായിട്ട് അവിടെ വിവരിച്ച് പോകേണ്ടതുണ്ടാവും. ചെറിയൊരു സെന്റൻസ് ഒക്കെ ആയിട്ടായിരിക്കും തരുന്നത്. അതല്ലെങ്കിൽ വലിയ വലിയ കണ്ടന്റിനൊക്കെ ചെറുതായിട്ട് ചുരുക്കി പറയേണ്ടതും ഉണ്ടാവാം. എനിവേ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് തന്നെ ശ്രമിക്കാം. അപ്പോ ഞാൻ എടുക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്റർ ആണ്. എല്ലാവരുടെയും കയ്യിലുണ്ടോ? എന്റെ പേര് സോളി. SOLY, സോളി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഭൂരിഭാഗം പേര് അങ്ങനെ തന്നെയാണോ? ഓക്കെ, PGD ആയതുകൊണ്ട് ടെക്സ്റ്റ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു സ്പീഡിൽ പോകേണ്ടതും വരും. എന്തായാലും സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് വളരെ സ്ലോയിൽ പോവാം. ഓക്കെ, മൊഡ്യൂള് കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്റർ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്റർ ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം. ഓക്കെ, പിന്നെ അല്ലെ പുതിയവർക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ കേസ് എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. 16-ഉം 14-ഉം ഒക്കെ അറിയാവുന്നവരാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നമുക്കറിയാം. അവിടെ തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു വ്യവസായം എന്ന നിലയിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള ഒരു ബിസിനസ് അല്ലെ, ഒരു ബിസിനസ് ഗ്രൂപ്പ് ആയിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് ആണ്. അവിടെ പൊതുവെ എന്താണ് പബ്ലിക്കിനായിട്ട് വരുന്നത്. പബ്ലിക് അത് ഏൺ ചെയ്യുന്നത് പേയ്മെന്റോട് കൂടിയിട്ട് തന്നെയാണ് പബ്ലിക് ആ ഒരു സർവീസ് നേടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, ഒരു ഹോസ്പിറ്റൽ ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് HL ധാരാളം അല്ലെ എന്താണ് ഓവർവ്യൂവിലാണെങ്കിലും അതേപോലെ തന്നെ പല പല അല്ലെ അഡ്മിനിസ്ട്രേഷന്റെ തന്നെ പാഠങ്ങളുണ്ട്. റെസ്പോൺസിബിലിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ
റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചേക്കുന്നതാണ് അല്ലെ. ഇച്ചയില് ബേസിക്കലി അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ലെവലിൽ തന്നെ ആ ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എന്താണ് ആ ഓവർവ്യൂവിലുണ്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒക്കെ ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇതില് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലെ ബിസിനസ് എന്ന നിലയിൽ ആ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക അല്ലെ, നിയന്ത്രണ വിധേയമാക്കി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകുക, നടത്തിക്കൊണ്ട് പോവുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Hospital administration is the management of the hospital as a business. Okay, business എന്ന നിലയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, then the administration consists of a medical and health service managers, sometimes called the healthcare executives and healthcare administrators and their assistants. Okay, നമുക്കറിയാം നമ്മള് അല്ലെ അനുഭവപരവില് തന്നെ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികളെ നമുക്ക് ഡിഫറെന്റ് നെയിമുകളിൽ അറിയപ്പെടാവുന്നതാണ്. എന്താണ്? ഹെൽത്ത് സർവീസ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നൊക്കെ, അല്ലെങ്കിൽ എന്താണ് അസിസ്റ്റൻസ് അല്ലെ, അവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടാവുന്നതാണ്. ഇനി വീണ്ടും അഡ്മിനിസ്ട്രേഷൻ റേഞ്ച് ഇൻ സൈസ് ആൻഡ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ വാരി വിത്ത് ദ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ പവറിലുള്ളവര് ചില ഡ്യൂട്ടികൾ ഒരുപാട് ഡ്യൂട്ടികൾ നിർവഹിക്കേണ്ടതുണ്ടാവും. അതേസമയം സൈസിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉള്ള ഡിഫറെന്റ് ഡ്യൂട്ടികൾക്ക് ചില കാറ്റഗറിയിൽ അല്ലെ. ഇപ്പൊ ഒരു വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യാൻ HR ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ ബീങ്സിന്റെ കാര്യങ്ങളൊക്കെ അവര് കൈകാര്യം ചെയ്യും. അതേസമയം ഇച്ചിരി കൂടി അല്ലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തൊരു ബിസിനസ് ഫേം ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെയും കൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം ആ റേഞ്ച് അനുസരിച്ചിട്ട് അല്ലെ അതിന്റെ സൈസ് വേരിയേഷൻസ് അനുസരിച്ചിട്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ഡ്യൂട്ടിയിലും വേരിയേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ 2-3 പോയിന്റ്സ് ആണ് ഇതിൽ പറഞ്ഞത്. ഒന്നാമതായിട്ട് ഈ ബിസിനസ് അല്ലെ ആ ഒരു ഹോസ്പിറ്റൽ എന്ന ബിസിനസ് അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വിവിധ പേരുകളിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ദെയർ അസിസ്റ്റൻസ് എന്നൊക്കെ ഉള്ള പല രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അവരുടെ ആ റേഞ്ച് എന്നുള്ളത് വേരിയേഷൻ സംഭവിക്കാം. അതിന്റെ ആ പവർ ഡ്യൂട്ടീസിൽ വേരിയേഷൻ സംഭവിക്കുന്നത് അതിന്റെ സൈസ് അല്ലെ അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള സൈസിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് അതിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയറാണോ? ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുണ്ട് കേട്ടോ. ആ ഫസ്റ്റ് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്, അതേമാതിരി തന്നെ വിവിധ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, ആ 3 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ബിസിനസ് എന്ന രീതിയിൽ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വിവിധ പേരുകൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ വിവിധ പേരുകൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഓക്കെ. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ടേംഡ് ആസ് POST CORD. എന്താണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന ആ ആക്ടിവിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? അത് ഇവിടെ ഒരു അബ്രിവിയേഷൻ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, റെസ്പോണ്ടന്റ് ഫോം ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു ഭാഗമാണ് POST CORD. എന്താണ് അതിൽ പറയുന്നത്? ഒന്ന് P അല്ലെ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെ. അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ് അല്ലെ. പ്ലാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആസൂത്രണം ചെയ്യുക, ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ സംഘാടനം അല്ലെ, സംഘടിപ്പിക്കുക, സ്റ്റാഫിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ പേഴ്സൺസിനെയൊക്കെ കണ്ടെത്തി നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കണം, ദെൻ അവർക്ക് ഡയറക്ഷൻ കൊടുക്കണം, ദെൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ കോർഡിനേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം.
ദെൻ അവരെല്ലാം തന്നെ റിപ്പോർട്ട് അല്ലെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കേണ്ടതാണ്. ദെൻ അതനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് അല്ലെ എവിടെയെങ്കിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാഫിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ നീക്കിയിരിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരാണ്. ഓക്കെ, അപ്പൊ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ചെറിയ രീതിയിലെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒരു അല്ലെ അബ്രിവേഷനിൽ എവിടെയെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തെറ്റിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കോർഡിനേറ്റിംഗിന്റെ ഒക്കെ ഭാഗത്തൊക്കെ കൺട്രോളിംഗ് ഒക്കെ അപ്പൊ ഡൗട്ട് ആവും അല്ലെ. അതേമാതിരി തന്നെ ഇൻ കേസ് അല്ലെ റിപ്പോർട്ടിംഗ് റിവൈസിങ് എന്തെങ്കിലുമൊക്കെ അല്ലെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗങ്ങൾ തെറ്റിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റുപറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. POST CORB എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, നമുക്കറിയാം അബ്രിവേഷൻ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് പോവുക. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? നോട്ട് ചെയ്യാനായിട്ട് സമയം കിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം. The term hospital administration covers a vast number of activities which may roughly എന്താണ് be classified into 3 categories. അതായത് ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ 3 കാറ്റഗറി ചെയ്ത് അല്ലെ. ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസുകളെയൊക്കെ 3 സ്പെഷ്യൽ കാറ്റഗറി ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് ആ ഒരു റോള് നിർവഹിച്ചു പോകുന്നത്. അപ്പൊ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആയിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതും നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. 3 കാറ്റഗറീസ് ചെയ്തിട്ടാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുന്നത് പ്രിപ്പറേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, planning of the hospital system as a whole, then determination of international policy, regulation for the operation of hospitals, establishment of architectural control and standards. Okay, അതായത് നമുക്കറിയാം അല്ലെ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നിയമപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു നിയമവശങ്ങളെല്ലാം ആ ഒരു നിയമനിർമ്മാണ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യല്. Then planning of the hospital system as a whole അല്ലെ മൊത്തത്തില് ഹോസ്പിറ്റലിന്റെ സിസ്റ്റത്തിന്റെ ഒക്കെ നേരത്തെ കൂട്ടി ആസൂത്രണം ചെയ്യുക. അതായത് നമുക്കറിയാം നല്ലൊരു കൺട്രോളിംഗ് പവറിനോടുകൂടി കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ആസൂത്രണം അവിടെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസി. ഓക്കെ, നമുക്കറിയാം അല്ല എല്ലാ തരത്തിലുള്ള നയങ്ങളും നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് മോസ്റ്റ്ലി നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു ഹോസ്പിറ്റലിന് പ്രത്യേകമായിട്ടൊരു നയം രൂപീകരിക്കാനായിട്ടൊന്നും സാധിക്കില്ല അല്ലെ. എല്ലാ ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്ന ചില നയങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് ഇന്റർനാഷണലി ഉള്ള നയങ്ങളൊക്കെ നമ്മൾ തീരുമാനമെടുത്ത് നടപ്പാക്കി കൊണ്ടുപോകണം. റെഗുലേഷൻസ് ഫോർ ദ ഓപ്പറേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ, അതായത് അവിടെ എന്തെങ്കിലും അല്ലെ നിയമ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ നടപടിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. Then establishment of architecture control and standards. അതായത് നമുക്കറിയാം ഒരു നല്ല രീതിയിലുള്ള നടത്തിപ്പ് വേണമെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അത് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് നല്ലൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് അവിടെ വരെ എത്തിയില്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ എടുക്കണം അല്ലെ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അതിനിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ അല്ലെ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിലാണ്. ഓക്കെ ആണോ? കാറ്റഗറി ഫസ്റ്റില് പറയുന്നു പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, പ്ലാനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ, determination of international policy, regulation for the operation of hospitals, establishment of architectural control and standards. Okay, ഒന്നുകൂടെ പറഞ്ഞു പോവുക. Preparation of hospital legislation. Okay, preparation of hospital legislation എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണം തയ്യാറാക്കും അല്ലെ. നിയമനിർമ്മാണങ്ങളൊക്കെ തയ്യാറാക്കാം എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് നിയമങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക. അതാണ് പ്ലാനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ അല്ലെ. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക. ഓക്കെ,
അടുത്തതായിട്ട് എന്താണ് ഇന്റർനാഷണൽ ലെവൽ അല്ലെ, അവിടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസി എന്നുവെച്ചാൽ ഇന്റർനാഷണൽ ലെവലില് പോളിസികളൊക്കെ അല്ലെ അവിടെ ഡിറ്റർമിൻ തീരുമാനിക്കുന്നു. നമ്മളൊരു സ്വന്തമായിട്ട് പോളിസികളൊക്കെ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇന്റർനാഷണലി ഉപയോഗിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ തന്നെയായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരത് ശ്രദ്ധിക്കേണ്ടതാണ്. Then regulation for the operation of hospitals അല്ലെ. അപ്പൊ അവിടെ ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാവും അല്ലെ. ഡ്യൂട്ടിക്ക് എല്ലാവരും ഇന്ന സമയത്ത് വരണം, ഇന്ന രീതിയിലൊക്കെ ഡ്യൂട്ടികളൊക്കെ കൈകാര്യം ചെയ്യണം, ഓരോ ഷിഫ്റ്റ് ഡ്യൂട്ടികളും കൈകാര്യം ചെയ്യണം, അങ്ങനെ കുറെ നിയമ നടപടിക്രമങ്ങൾ ഉണ്ടാവും, അതെല്ലാം കൈകാര്യം ചെയ്യണം. Then establishment of architecture control and standards. അതായത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം അല്ലെ. വെറുതെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അവിടെയുള്ള വർക്കേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് ഡ്യൂട്ടികൾ കൊടുത്താൽ ചിലപ്പോൾ നഷ്ടം സംഭവിക്കും. ആ ഡ്യൂട്ടിയൊക്കെ കൊടുക്കുമ്പോൾ നേരത്തെ കൂട്ടിയൊരു സ്റ്റാൻഡേർഡ്സ്, ഇത്ര പേഷ്യൻസിനെ നോക്കാനായിട്ട് ഇത്ര അല്ലെ പേഷ്യന്റ് നഴ്സുമാര് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ആ രീതിയിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അല്ലെ അവിടെ കൺട്രോളിങ് വേണം. നമുക്കറിയാം അവരുടെ ആക്ച്വൽ പെർഫോമൻസ് വെച്ചിട്ട് ഓക്കെ എന്തെങ്കിലും കമ്പാരിസൺ ഒക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് നടപടിക്രമങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കണം. സോ അതിനുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്, ആ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ നടപ്പാക്കുന്നത് എവിടെയാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് കാറ്റഗറി 2 അപ്പൊ നമ്മൾ കിടക്കുന്നത്. കാറ്റഗറി 2 എന്താണ് പറയുന്നത് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ലെജിസ്ലേഷൻ and of a social assistance provision by the authorities responsible for the management of a hospital service, whether they are local or regional or public or private. ഓക്കെ, നമുക്കറിയാം നിയമാനുസൃതമായിട്ട് മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ. അവിടെ നമ്മളിപ്പോ ഒരു പഞ്ചായത്തിന്റെ ഒക്കെ പെർമിഷനോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അവിടെ അനുവാദങ്ങൾ വേണം അല്ലെ. ഒരുപാട് തിങ്ങിക്കൂടിയിരിക്കുന്ന പ്ലേസിലൊക്കെ തന്നെയായിരിക്കണം ഹോസ്പിറ്റല് ആവശ്യമായിട്ട് അവിടെ സ്ഥാപിച്ചാലാണ് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി നമുക്കറിയാം അവിടെയുള്ള പബ്ലിക്കിനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ അതും കൂടിയൊക്കെ കൈകാര്യം ചെയ്തിട്ടൊക്കെ തന്നെ പെർമിഷനൊക്കെ കിട്ടിയതിനു ശേഷമാണ് അവിടെ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. സോ ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, ഇത്തരത്തിലുള്ള ലെജിസ്ലേഷൻ കാര്യങ്ങൾ അല്ലെ. social assistance provision by the authorities responsible for the management of a hospital service, whether they are local or regional, public or private. In case private ആണെങ്കിലും പബ്ലിക് ആയിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ പ്ലേസുകളിൽ റീജിയണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റൽ സർവീസിനും എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങളൊക്കെ നേടേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ തന്നെ അത് അവര് നേടിയെടുക്കേണ്ടതാണ്. നമുക്കറിയാം ഭരണ നിർവാഹകര് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ശരിയാക്കേണ്ടത്. ാണോ? രണ്ട് കാറ്റഗറി ഒക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെയിലി റണ്ണിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ ബൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കൺസേൺഡ് വിത്ത് പേഴ്സണൽ, ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസസ്. ഇതിന്റെ ഒരു പ്രത്യേകത കാറ്റഗറി 1 പെടാത്തത് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ കോമേറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാറ്റഗറി 1 പെടുന്നതാണ്, കാറ്റഗറി 2 പെടുന്നതാണെന്ന് തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ കണ്ടു അല്ലെ പ്ലാനിങ്ങും ഹോസ്പിറ്റലിന്റെ പ്രിപ്പറേഷൻ, ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി അടുത്തതില് നമ്മൾ കണ്ടു എന്താണ് അവിടെ റീജിയണൽ അല്ലെങ്കിൽ പബ്ലിക്, പ്രൈവറ്റ്, ലോക്കൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമ നടപടിക്രമങ്ങളും നടപ്പാക്കേണ്ടത് അവിടെയാണെന്ന് കണ്ടു. ഡെയിലി റണ്ണിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ ബൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കൺസേൺഡ് വിത്ത് പേഴ്സണൽ, ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസ് അല്ലെ. അവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന കാറ്റഗറിയാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. ഡെയിലി റണ്ണിംഗ് ഓഫ് എ ഹോസ്പിറ്റൽ ബൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കൺസേൺഡ് വിത്ത് പേഴ്സണൽ, ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസ്. നമുക്കറിയാം ഈ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ പേഴ്സണൽ ആയിട്ട് കുറെ വ്യക്തികൾ അവിടെ ജോലി ചെയ്യാൻ വരുന്നുണ്ട്. ദെൻ അവിടെ ഇത്ര ഫിനാൻസുകളുടെ ഫണ്ട് വിനിയോഗം ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള സർവീസുകൾ അവിടെയുണ്ട്.
അല്ലെ ദൈനംദിനമായിട്ടുള്ള പല നടപടിക്രമങ്ങളും അവിടെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളിലൊന്നും എന്താണ് അവിടെ ഒന്നും ലാഗ് വരാൻ പാടില്ല അല്ലെ, ഇവിടെ ഒന്നും ഒരു തടസ്സം വരാതെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെയാണ്. സോ 3 കാറ്റഗറി ഉണ്ട്. ഒന്നാമതായിട്ടൊക്കെ ആസൂത്രണം ചെയ്യുന്നതാണെങ്കിൽ, രണ്ടാമത് നമുക്ക് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡെയിലി ഓപ്പറേഷൻസ് ആണ് പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റും കൂടി ഇല്ലാത്ത കാരണം എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നുള്ള രീതിയിൽ തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. മനസ്സിലാക്കി വെക്കാനായിട്ട് പഠിക്കാൻ പറ്റാത്തൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഡെയിലി ആക്ടിവിറ്റി ഒക്കെ എന്തിൽ പെടുന്നതെന്നൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. സ്റ്റാഫ് കൺസേൺ വിത്ത് പേഴ്സണൽ ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസ് ഒക്കെ എന്താണ് ഡെയിലി ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്. അത് കാറ്റഗറി 3 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അതായത് അടുത്തതെന്ന് പറയുന്നത് റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററിന്റെ പങ്ക് അല്ലെ, അവരുടെ പ്രധാനപ്പെട്ട ആ ഒരു ഡ്യൂട്ടി സംബന്ധമായ റോൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വണ് അവർക്ക് വിവിധ കഴിവുകളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നോക്കാം എന്തൊക്കെ കഴിവുകളാണ് അവർക്ക് പ്രധാനമായിട്ടും വേണ്ടി നോക്കാം. എബിലിറ്റി ടു സീ ഹെഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി. ഓക്കെ, നമുക്കറിയാം സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ് അല്ലെ. നോക്കാം, പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ വൈൽ മാനേജിങ് ദ പ്രസന്റ്. നിലവില് ആളെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ അല്ലെ നമ്മള് ഫ്യൂച്ചറിനെ കുറിച്ചും കൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. നമ്മൾ കാറ്റഗറി 1 ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ കാറ്റഗറി 3 നമ്മൾ കണ്ടത് ദൈനംദിന പ്രവർത്തനങ്ങളാണ് അല്ലെ. അപ്പൊ അതിനുള്ള കഴിവ്, അതിനുള്ള ഒരു എബിലിറ്റി ആർക്ക് ഉണ്ടാകണം, അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടാവണം അല്ലെ. പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ വൈൽ മാനേജിങ് ദ പ്രസന്റ്. പ്രസന്റ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ പ്ലാനിങ് അല്ലെ, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ ചെയ്യാനായിട്ടുള്ള പ്രത്യേക കഴിവ് അല്ലെ, അതിനുള്ള പ്രത്യേകമായിട്ടുള്ള റെസിറ്റി ആർക്കുണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. Then ability to produce and accept new and creative ideas, being an agent of a change. നമുക്കറിയാം അല്ലെ, ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് എന്ന് വെച്ചാൽ നമുക്ക് അല്ലെ ഒരു സൃഷ്ടിക്കാനായിട്ട് പുതിയ പുതിയ ഐഡിയകളൊക്കെ വരുമ്പോൾ എന്താണ്, നമുക്കത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനം അല്ലെ. നമ്മുടെ പുതിയ ഹോസ്പിറ്റലിൽ ഞാൻ ട്രഡീഷണൽ ആയിട്ട് ഞങ്ങൾ ഇതാണ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു അല്ലെ അപ്രോച്ച് തന്നെ, നിലപാടുകൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ പേഷ്യൻസ് ഒന്നും സാറ്റിസ്ഫൈഡ് ആവില്ല. സോ എന്താണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകൾ ഉണ്ടാവണം, പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. അങ്ങനെ ഒരു ഏജന്റ് ആയിട്ട് ചേഞ്ചസിന്റെ അല്ലെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ ഒരു മീഡിയേറ്റർ ആയിട്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ളത്. നമുക്കറിയാം ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാനിങ് ചെയ്യുമ്പോഴൊക്കെ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് അല്ലെ പഴയ നിലപാടുകളൊക്കെ മാറ്റി എടുത്തുകൊണ്ട് പുതിയതിനെ അപ്ലൈ ചെയ്തിട്ട് ഒരു സൃഷ്ടി അല്ലെ ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് ഈ ഐഡിയാസ് ഒക്കെ മുന്നോട്ട് കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യും. സോ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് ആക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, ബീയിങ് ആൻ ഏജന്റ് ഓഫ് എ ചേഞ്ച്. അങ്ങനെ ചേഞ്ച് വരുത്താനുള്ള ഒരു ഏജന്റ് ആയിട്ടാണ് ആരും പ്രവർത്തിക്കേണ്ടത്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ളവരെ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു പ്രസന്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡ്ലി നമ്മൾ പറഞ്ഞു എന്താണ്, പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരു അല്ലെ ഒരു ഏജന്റ് എന്ന നിലയിൽ ചേഞ്ചസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഏജന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ?
നമുക്ക് നെക്സ്റ്റ് നോക്കാം. willingness to take risk to get the new ideas accepted and implemented. അല്ലെ, നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ചില പുതിയ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ പുതിയ മിഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്ഥാപിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോ ഈ ഒരു പുതിയ ഐഡിയ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കുറെ റിസ്കുകൾ ഉണ്ട് അല്ലെ. അത് ആ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. സോ ആ ഒരു റിസ്കും കൂടി ഹാൻഡിൽ ചെയ്യണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇത് ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നടപ്പാക്കണം അല്ലെ. അത് വിചാരിച്ച രീതിയിൽ നമ്മളെ പുതിയ ആശയങ്ങൾ നടപ്പാക്കാനായിട്ട് ഉള്ള റിസ്ക് അത് ഏറ്റെടുക്കുക എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള വ്യക്തികളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, എല്ലാ ഐഡിയാസും ഉൾക്കൊള്ളാനൊക്കെ ഒക്കെ ആയിരിക്കും, പക്ഷെ അത് നടപ്പിൽ വരുത്തുവാനായിരിക്കും പ്രയാസം അല്ലെ. അത് ചിലപ്പോൾ റിപ്പോർട്ടിലൊക്കെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം, അതുകൊണ്ട് മാത്രം കാര്യമായില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. അവിടെ ഹോസ്പിറ്റലിൽ അത് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. സോ അങ്ങനെ വരുന്നതും പ്രധാനപ്പെട്ട ഒരു എബിലിറ്റിയാണ്. An ability to analyze, synthesis and integrate diverse information. ഓക്കെ, നമുക്കറിയാം പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് കൈകാര്യം ചെയ്യും അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ഇൻഫോർമേഷൻസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ച് എന്താണ് പറയുന്നത്, എബിലിറ്റി ടു അനലൈസ്, സിന്തസിസ് ആൻഡ് ഇന്റഗ്രേറ്റ് ഡൈവേഴ്സ് ഇൻഫോർമേഷൻ. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫോർമേഷനുകളൊക്കെ ഉണ്ടാവാം. ആ വ്യത്യസ്തതയിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ കൂട്ടിച്ചേർത്ത് ചിലപ്പോൾ ആ ഒരു ഓൾഡ് അല്ലെ അവിടെ ഉണ്ടായിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെ നമ്മൾ കൂട്ടിച്ചേർത്തതിനു ശേഷം ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെ. ആ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴും എല്ലാം പുതിയത് മാത്രം അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലെ പുതിയ സർവീസ് മൈൻഡോട് കൂടിയിട്ട് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ ബിസിനസ് തകർന്നു പോകും. കാരണം എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫിനാൻസും സംഭവങ്ങളൊന്നും സിറ്റുവേഷൻസ് ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ഉള്ളതിനോടൊപ്പം തന്നെ ചേർത്തിട്ട് ഈ പറഞ്ഞ പുതുമ നിലനിർത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതും ഒരു ബിസിനസിന് പ്രത്യേകമായിട്ടുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് ആർക്ക് ഉണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെൻസ് ഓഫ് ഇക്വാലിറ്റി, fairness and social justice in all dealings within and outside the hospital. ഇപ്പൊ ഹോസ്പിറ്റലിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരോടും എല്ലായ്പ്പോഴും അല്ലെ, അത് സമൂഹത്തോടാണെങ്കിലും ഹോസ്പിറ്റലിലുള്ള വർക്കേഴ്സിനോടാണെങ്കിലും എല്ലാവരോടും എന്തായിരിക്കണം, സോഷ്യൽ ജസ്റ്റിസ് അല്ലെ, ഒരു നല്ലൊരു നീതി അല്ലെ, എല്ലാവർക്കും യോജിച്ച് പോകാൻ പറ്റുന്ന നീതിയോട് കൂടിയിട്ട് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും ഒരു ഈക്വാലിറ്റി പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ചില വർക്കേഴ്സിനോട് ചില പരിഗണനയും ചില വർക്കേഴ്സിനോടൊന്നും അല്ലെ പരിഗണനയില്ലാതെ പബ്ലിക് ഇൻ കേസ് പുറത്തുനിന്നാണെങ്കിലും നമുക്കറിയാം കുറച്ചു പേരോട് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ വന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള ചിലപ്പോഴെങ്കിൽ നമുക്കറിയാം എന്താണ് അവരുടെ അല്ലെ അവരുടെ കസിൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരോടൊരു നിലപാട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും അല്ലെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അവരോടൊരു നിലപാട്, അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നമാണ്. ഹോസ്പിറ്റലിൽ സുഖമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കാരണം പേഷ്യൻസ് ഒക്കെ കശപിശയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് അംഗങ്ങൾ തമ്മിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ എന്താണ് എപ്പോഴും എല്ലാവരോടും ഒരേപോലെ ഇക്വാലിറ്റിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. എന്റെ പേരിലേ ചെലവിടത്തൊന്നും ഇല്ലാതെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ആവശ്യമല്ലേ? എന്റെ പേരോ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കലുണ്ട് കേട്ടോ, മറ്റവർക്ക് അറിയാൻ സാധിക്കും 16-കാർക്കൊക്കെ ആണെങ്കിലും. കാരണം നമ്മളിങ്ങനെ ഉച്ചരിഞ്ഞ ലാസ്റ്റ് അവറൊക്കെ ആവുമ്പോഴേ ആകെ ഫോറൻസിക്ക് ഇരിക്കും. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആർക്കെങ്കിലും ആൻസർ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് വരാൻ സാധ്യതയില്ലേ? ഈക്വാലിറ്റി കൗൺസിലിംഗിൽ എന്തെങ്കിലും തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈക്വാലിറ്റി അവിടെ ഫോളോ ചെയ്യേണ്ടത് ആരുടെ ധർമ്മമാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ധർമ്മമാണ്. അപ്പൊ ആ ഒരു കഴിവും അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. നോളജ് ആൻഡ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഇന്നോവേറ്റീവ് ആയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് നോളജ് അല്ലെ, എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു അറിവ് ഉണ്ടായിരിക്കും.
അതിനനുസരിച്ചിട്ടുള്ള കഴിവുണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് നല്ല നല്ല അനുഭവജ്ഞാനവും മാർക്കുണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ചേഞ്ചസ് ഒക്കെ വരുത്താനുള്ള ഒരു ഏജന്റിന്റെ നിലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെ, പുതിയ ഒന്നിനെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ വിജയിച്ചെന്ന് വരില്ല. അല്ലെ, അവിടെ ഫിനാൻഷ്യലി ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓക്കെ നമുക്ക് പറ്റാവുന്നതാണ് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന്റെ രീതിയിലൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നേറിയാൽ മാത്രമാണ് അവിടെ ബിസിനസ് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ നോളജും സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. Ability to delegate, making effective use of our own time and that of others. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലെ, വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പേഷ്യൻസും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അവിടെയുള്ള വർക്കേഴ്സ് ഭൂരിഭാഗവും എന്താണ്, മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മെഷീനൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കൂടി അവിടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ആവശ്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ മൊത്തത്തില് ഹ്യൂമൻ ബീയിങ്സ് ആണ് ഉള്ളത്. അപ്പൊ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിലും ഔട്ട്സൈഡേഴ്സ് ആണെങ്കിലും അവിടെ ഉള്ള ജീവനക്കാരാണെങ്കിൽ തന്നെയും അവരെയൊക്കെ കൃത്യമായിട്ടുള്ള സമയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു കഴിവ് അല്ലെ. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് എബിലിറ്റി ടു ഡെലഗേറ്റ്, മേക്കിംഗ് എഫക്റ്റീവ് യൂസ് ഓഫ് ഓൺ ടൈം, സ്വന്തം ടൈമും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ടൈം നല്ല എഫക്റ്റീവ് ആയിട്ട് അല്ലെ ഫലപ്രാപ്തമായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള അതിനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് അത് മാർക്കുണ്ടായിരിക്കണം. നമ്മുടെ ആരുടെ കഴിവിന്റെ കാര്യമാണ് പറയുന്നത്, ആർക്കാ ഉണ്ടായിരിക്കണ്ടേ? ആരുടെ കഴിവാണ്? Ability to delegate, making effective use of our own time and that of others. മറ്റുള്ളവരുടെയും സ്വന്തം അല്ലെ ടൈമും എല്ലാം തന്നെ മാക്സിമം എഫക്റ്റോട് കൂടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ. അപ്പൊ എഫക്റ്റോട് കൂടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അല്ലെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ നിയോഗിച്ചു കൊടുക്കാനുള്ള പ്രത്യേക കഴിവ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. Then good personal motivation and ability to motivate the people working in the hospital. നമുക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ട് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരക ഘടകമായിട്ട് പ്രവർത്തിക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് അല്ലെ. മോട്ടിവേറ്റ് ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പീപ്പിൾസിനും നല്ലൊരു പ്രചോദനം നൽകാൻ പറ്റുന്ന ഒരു കഴിവ് അല്ലെ. ഒരുപക്ഷെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അല്ലെ മാനേജ്മെന്റിനെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ എംപ്ലോയറെ അത് സ്പോൺസർ ചെയ്യുന്നവരെ കൃത്യമായിട്ട് തന്നെ ബോധിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സാലറി കൂട്ടിക്കെടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോത്സാഹനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുത്ത് അവരെ അല്ലെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ സംതൃപ്തിയോട് കൂടിയിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള അന്തരീക്ഷങ്ങളൊക്കെ പ്രദാനം ചെയ്തു കൊടുക്കാനായിട്ടുള്ള പ്രത്യേക കഴിവും ആർക്കുണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. ഗുഡ് പേഴ്സണൽ മോട്ടിവേഷൻ അല്ലെ, ഒരു പേഴ്സണാലിറ്റി ഓക്കെ, നമ്മളൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമായിട്ടുള്ള ഒരു മനോഭാവമാണ് അല്ലെ. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക മനോഭാവം കൂടി അവർക്ക് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പോയിന്റ് നോക്കാം, എബിലിറ്റി ടു റിവ്യൂ ആൻഡ് ഇവാലുവേറ്റ്, മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് നെസസറി. നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റങ്ങൾ ആർക്കും വരാം അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതെല്ലാം വിലയിരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാനായിട്ടുള്ള പ്രത്യേക കഴിവും അവർക്ക് പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കും. നമുക്കറിയാം പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ചിട്ട് എന്തായാലും മാറേണ്ടി വരും അല്ലെ. അപ്പൊ എല്ലാ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും അത് അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ആദ്യം തന്നെ നമുക്കറിയാം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, വിലയിരുത്തണം. അതിനനുസരിച്ചിട്ട് അവലോകനം ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെ അതിനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം, തീർച്ചയായിട്ടും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെയാണോ? ഓക്കെ, അത് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒന്ന് വായിച്ചു നോക്കുക. കുറച്ച് എബിലിറ്റീസ് ആണ്. റോൾ ഓഫ് പ്രൊഫൈൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതാണ്. ഇത് പറ്റി ഒന്നിച്ച് കട്ടായി പോയാ നോക്കാം. വില്ലിംഗ്നെസ് ടു ടേക്ക്
risk to get new ideas accepted and implemented. അല്ലേ? അത് പറഞ്ഞല്ലേ? ഓക്കെ, ഇപ്പൊ പുതിയ ആശയങ്ങളെല്ലാം അല്ലെ, വില്ലിംഗ്നെസ് ടു ടേക്ക് റിസ്ക് ടു ഗെറ്റ് ന്യൂ ഐഡിയാസ് എന്ന് പറയുമ്പോൾ പുതിയ ആശയങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തവിടെ ഉണ്ടാവും? അത് സ്വീകരിക്കുമ്പോ അല്ലെ, പഴയ കാര്യങ്ങളിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം പുതിയത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ടാവും? റിസ്ക് ഉണ്ടാവും അല്ലെ. ആ പുതിയ ഐഡിയാസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടാവും. സോ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള, അത് നടപ്പാക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് അല്ലെ, ശേഷി അവർക്ക് ഉണ്ടായിരിക്കണം. Okay, willingness to take risk to get the new ideas accepted and implemented. നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ വേണ്ട അതിനൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ കെയർലെസ് ആയിട്ട് വരരുത്. അത് സ്വീകരിക്കാനായിട്ടും അതുപോലെ തന്നെ നടപ്പാക്കാനായിട്ടുള്ള ഒരു വില്ലിംഗ്നെസ്, ഓക്കെ, നമുക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരിക്കണം എന്നാണ്. Then ability to analyze, synthesis and integrate diverse information. ഓക്കെ, അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫോർമേഷനുകളൊക്കെ ആയിരിക്കും ലഭ്യമാകുന്നത്. സോ ഓരോ ഇൻഫോർമേഷനെ നമ്മൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് വിലയിരുത്തിയതിനു ശേഷമാണ് അത് നമുക്ക് അല്ലെ യൂട്ടിലൈസ്, നമുക്ക് അക്സെപ്റ്റബിൾ ആണോ എന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പൊ വേണ്ടുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി അല്ലെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് തള്ളിക്കളയാം. സോ വ്യത്യസ്തമായിട്ടുള്ള ഈ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ വിലയിരുത്തണം. അതേപോലെ തന്നെ തള്ളിക്കളയേണ്ടത് തള്ളിക്കളയാം. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെ, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനായിരിക്കും എപ്പോഴും എല്ലാവരും അല്ലെ ശ്രമിക്കുന്നത്. ഒരു നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമത്തിനോട് കൂട്ടിച്ചേർക്കാൻ, അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ നിലവിലുള്ള സിസ്റ്റത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കാനായിരിക്കും പരമാവധി ശ്രമിക്കുക. സോ അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രത്യേക കഴിവും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. വീണ്ടും സെൻസ് ഓഫ് ഇക്വാലിറ്റി, ഫെയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ഓൾ ഡീലിംഗ്സ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ളതും പുറത്തു നിന്നുള്ള അല്ലെ എല്ലാ തരത്തിലുള്ള ഡീലിങ്സും എപ്പോഴും എന്താണ്, എല്ലാം നീതിബോധത്തോട് കൂടിയിട്ട് അല്ലെ, സോഷ്യൽ ജസ്റ്റിസോട് കൂടി, ന്യായമായ നീതിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരു ഇക്വാലിറ്റി അല്ലെ, ഇക്വാലിറ്റി അനുഭവപ്പെടുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പൊ ആരോടും ഒരു സെപ്പറേഷൻ അല്ലെ, ഒരു ഒരു എന്താ പറയുക, ഒരു വേർതിരിവൊന്നും കാണിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കണമെന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? അപ്പോ നമ്മള് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഏതെങ്കിലുമൊക്കെ എബിലിറ്റീസ് ഒന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അഡ്മിനിസ്ട്രേറ്ററിന്റെ കഴിഞ്ഞ ആഴ്ചയില് പഠിച്ചതൊക്കെ തന്നെയാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The administrator report to the governing body or other higher authorities such as the director of a health service, secretary to government, etc. ഓക്കെ, നമ്മളെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ അവർക്ക് മേലെയുള്ള അല്ലെ സീനിയേഴ്സിന്, സുപ്പീരിയേഴ്സിനൊക്കെ അല്ലെങ്കിൽ അവരുടെ മേലാധികാരികൾക്ക്, ഹയർ അതോറിറ്റി ആയിട്ടുള്ള വ്യക്തികൾക്ക് റിപ്പോർട്ടുകൾ സമർപ്പിക്കണം എന്നുള്ളതാണ്. റിപ്പോർട്ട്സ് ടു ഗവേണിംഗ് ബോഡി അല്ലെ, അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആർക്കാണോ റിപ്പോർട്ട് കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് അവരെ റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കണം. അത് വേണമെങ്കിൽ എന്താണ്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന്റെ ഡയറക്ടർക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. സെക്രട്ടറി ടു ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റിന്റെ സെക്രട്ടറികൾക്കൊക്കെ ചിലപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരായതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പൊ മസ്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർക്കൊക്കെ റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ, ഗവേണിംഗ് ബോഡിക്ക് അവർ കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഗവേണിംഗ് ബോഡിയിൽ സജസ്റ്റ് എന്താണ്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, സെക്രട്ടറി ടു ഗവൺമെന്റ്, എക്സെട്ര. ഇനി വീണ്ടും പേഴ്സൺസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർക്ക് ആരൊക്കെ റിപ്പോർട്ടുകളൊക്കെ പേഴ്സണലി കൊടുക്കേണ്ടതായിട്ട് വരും?
നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മെഡിക്കൽ സൂപ്രണ്ടന്റ്. മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ, നമ്മള് റെസ്പോൺസിബിലിറ്റിയിലൊക്കെ പഠിച്ചതായിരുന്നു. മെഡിക്കൽ സൂപ്രണ്ടന്റ് അവര് റിപ്പോർട്ടുകളെല്ലാം ആർക്കാണ് കൊടുക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് കൊടുക്കണം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് റിപ്പോർട്ടുകൾ കൊടുക്കണം. അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമുക്കറിയാം അല്ലെ, അവിടെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അസോസിയേഷൻ അല്ലെ, അവരെല്ലാം റിപ്പോർട്ടുകളൊക്കെ അവിടെ കൊടുക്കണം. കോർഡിനേറ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ്, അതായത് അവിടെ എന്താണ് ഏകോപന സമിതി അല്ലെ, ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട ഏകോപന വ്യക്തി അല്ലെ, അത് അദ്ദേഹം ആ റിപ്പോർട്ടുകളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് കൊടുക്കണം. പ്രിൻസിപ്പൽ സ്കൂൾ ഓഫ് നഴ്സിംഗ്, where there is a school of nursing. Okay, ഒരു സ്കൂൾ ഓഫ് നഴ്സിംഗും ഇതിനോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രിൻസിപ്പൾ എല്ലാം അല്ലെ, അവരെല്ലാം തന്നെ റിപ്പോർട്ടുകൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. ഒക്കെയാണോ? അതായത് അഡ്മിനിസ്ട്രേറ്റർ ആർക്ക് റിപ്പോർട്ട് കൊടുക്കണം, അഡ്മിനിസ്ട്രേറ്റർക്ക് ആരൊക്കെ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള കാര്യമാണ് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, ആരെ പോകാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. Okay. ഓക്കെ, നോക്കിക്കഴിഞ്ഞോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? മാനേജ്മെന്റ്. ഓക്കെ, മാനേജ്മെന്റ് എന്താന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. നോക്കാം. മാനേജ്മെന്റ് ഇസ് ദ ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. ഓക്കെ, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങള് അത് ആ പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ കമാൻഡോട് കൂടിയിട്ടൊക്കെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അല്ലെ, നല്ല സംഘാടനത്തോട് കൂടിയിട്ട്, നേരത്തെ കുട്ടിയുള്ള ആസൂത്രണ മനോഭാവത്തോട് കൂടിയിട്ട് സംഘാടനത്തോട് കൂടിയിട്ട് കമാൻഡ് ആൻഡ് ഓർഡറൊക്കെ കൊടുത്ത് അല്ലെ ഏകോപിപ്പിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ ഏകോപനൊക്കെ നടത്തി കൺട്രോൾ ചെയ്യുന്ന ആക്ടിവിറ്റികളെല്ലാം മറ്റുള്ളവരുടേതായിട്ടുള്ള ആ പ്രവർത്തനങ്ങളെയെല്ലാം ഇത്തരത്തില് കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയെ അല്ലെ, അവിടെ ഏതൊരു വ്യക്തിയുടെയും പ്രവർത്തനത്തിനെ നമ്മൾ അത് അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളെ അത് കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആരെക്കൊണ്ട് കമാൻഡിങ് ഓർഡർ ഒക്കെ കൊടുത്ത് അത് നല്ല രീതിയിൽ സംഘടിപ്പിച്ച് നേരത്തെ കുട്ടിക്ക് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അല്ലെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു പ്രവർത്തനമാണ് എങ്കിൽ അതിനെ മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ആര് പറയുന്നതാണ്? ഹെൻറി ഫയോൾ. Management is the forecast, to plan, to organize, to command, or to coordinate and control activities of the others. ഒക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഹെൻറി ഫയോളോ ഓർത്ത് വെച്ചേക്കുക. മാനേജ്മെന്റിനെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ്. നമുക്ക് നെക്സ്റ്റ് അതിന്റെ തുടർച്ചയൊന്ന് നോക്കാം. Okay, then Henry Fayol, management is an older process and has existed over since the man has been organized into communities. Okay, ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് പണ്ടുകാലം മുതലേയുള്ള ഒരു അല്ലെ ഒരു സംസ്കാര രീതി തന്നെയാണ് ഈ മാനേജ്മെന്റ് എന്നുള്ളത് പറയുന്നത്. അതായത് മാനേജ്മെന്റ് is an older process and has existed ever since man has organized into communities.
ഓരോ കമ്മ്യൂണിറ്റികളൊക്കെ രൂപം കൊള്ളുന്ന ആ ടൈമിലൊക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. It is sometimes thought to be process of the 20th century, but this is not so. നമുക്ക് ചിലപ്പോഴൊക്കെ അനുമാനിക്കാനായിട്ട് സാധിക്കും അല്ലെ, 20-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. And whenever people who worked together in groups of groups to grow crops, to buy a cell, to wage wars, to build a temple, there was the involvement of a management. Okay, ഇപ്പൊ ഈ മാനേജ്മെന്റ് എന്ന ആ ഒരു കാര്യത്തിൽ പെടുന്ന പല കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെ, വലിയ ഗ്രൂപ്പ്, സെലക്ട് ഗ്രൂപ്പ്, വേജസ്, വാർ അല്ലെ, ഇതെല്ലാം തന്നെ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്കറിയാം അവിടെ ഒരു കൺട്രോളിങ് പവറോട് കൂടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അന്തരീക്ഷം ഉണ്ടാവും. അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും 20th സെഞ്ചുറി മുതലാണ് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുന്നത്. സോ എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വോൾട്ട് കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുകയാണ്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം ഏത് തുടങ്ങിയാണ്, 20th സെഞ്ചുറി തുടങ്ങിയാണ്. ഇപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. അതായത് ഹിസ്റ്ററി പോലെയാണ് ഈ ഒരു ഭാഗം വച്ചേക്കുന്നത്. അതായത് ഹെൻറി ഫയോളുടെ അഭിപ്രായത്തിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓൾഡ് കൺസെപ്റ്റ് ആണ് അല്ലെ, പഴയ കാലഘട്ടം മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 20th സെഞ്ചുറി മുതലുള്ള കാര്യമാണ്. whenever people have worked together in groups to crops അല്ലെ, അവര് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ടൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ വർക്ക് ചെയ്തിരുന്നത് നമുക്കറിയാം. വിളകളൊക്കെ അല്ലെ, സാധനങ്ങളൊക്കെ കൃഷിയൊക്കെ തന്നെ ഇറക്കി അല്ലെങ്കിൽ അവിടെ വിൽപ്പനയും വാങ്ങലൊക്കെ ഉണ്ട്. നമുക്കറിയാം അതിനിടയ്ക്ക് യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ട്, വേച്ചുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്, ടെമ്പിളുകളൊക്കെ പണിയുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ എന്ത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്, മാനേജ്മെന്റ് എന്നുള്ള ഒരു കാര്യം നടപ്പാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. ഓക്കെയാണോ? അതായത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കൺട്രോളിങ് അല്ലെ, ഒരു ഓർഗനൈസിങ്, ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം ആ ഓൾഡ് കൺസെപ്റ്റില് ആ കാലഘട്ടത്തിൽ കുറെ പേര് അവരുടേതായിട്ടുള്ള ആശയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് മനുഷ്യനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. ദ മോസ്റ്റ് കോംപ്രിഹെൻസീവ് വേ ടു ഡിഫൈൻ മാനേജ്മെന്റ് ഇസ്, അതായത് ഒരു സമഗ്രമായിട്ടുള്ള അവലോകനത്തിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, മാനേജ്മെന്റ് ഇസ് എ കീ പ്രോസസ്. The function of a management is to enable our patient, doctor or nurse team to do their job as easily, efficiently, economically, effectively, and as humanly as possible, so that they can develop and maintain a caring environment within the hospital. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള രീതിയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ഉണ്ട് അല്ലെ. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കീ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് മാനേജ്മെന്റ് ഈസ് എനാബിൾ അവർ പേഷ്യന്റ്, ഡോക്ടേഴ്സ് അല്ലെ, നഴ്സുമാരൊക്കെ അവരൊക്കെ നമുക്കറിയാം ആ ജോലി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ, ഈസിലി കൈകാര്യം ചെയ്ത് ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഇവരുടെയൊക്കെ സേവനം ആവശ്യമാണ്. അപ്പൊ ഈ സേവനങ്ങളൊക്കെ ഈസിലി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. പ്രത്യേകിച്ച് നമുക്കറിയാതെ വെറുതെ ഒന്ന് കൈകാര്യം ചെയ്യാന്നല്ല, ഒരു എഫിഷ്യന്റ് ആയിട്ട് അല്ലെ, കാര്യക്ഷമമായിട്ട് അതേമാതിരി തന്നെ സാമ്പത്തിക അല്ലെ നല്ല ഫലപ്രാപ്ത രീതിയിലും
സാമ്പത്തികമായിട്ട് വളരെയധികം നല്ല അല്ലെ കൺട്രോളിംഗ് പവറോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്നാണ് എന്തിനെ വിശേഷിപ്പിക്കുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കീ പ്രോസസ് ആണ് അല്ലെ, ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനമാണ്. അതില് പ്രധാനമായിട്ട് പറയുന്നു എല്ലാ തരത്തിലുള്ള വർക്കുകളെല്ലാം തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ടീമായിട്ട് നിന്ന് അത് സ്പീഡിലി കാര്യക്ഷമമായിട്ടും ഫലപ്രദമായ രീതിയിലും സാമ്പത്തികമായിട്ടുള്ള അല്ലെ വളരെ നല്ല രീതിയിലുള്ള അവലോകനത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന പോസിബിൾ ആയിട്ടുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടെടുക്കുന്ന ഒരു കാര്യമാണ് ഇത് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. It is defined as the process of organizing, using and controlling human activities and other resources towards a special end. Okay. ഇവിടെ വീണ്ടും എന്താണ് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു അല്ലെ അതെന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഓർഗനൈസിങ്, ഒരു സംഘടനയുടെ ഒരു പ്രോസസ്, സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, നടപടിയാണ്. യൂസിങ് ആൻഡ് കൺട്രോളിങ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് അല്ലെ അവിടെ എന്താണ് ഹ്യൂമന്റെ ആക്ടിവിറ്റികൾ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ആൻഡ് അതർ റിസോഴ്സ് ടുവേർഡ്സ് സ്പെഷ്യൽ എൻഡ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവസാനത്തോട് കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിലെ വിഭവശേഷി അല്ലെ അത് ചിലപ്പോൾ ആണെങ്കിൽ മെറ്റീരിയൽസ് മാനുഷിക വിഭവശേഷിയും ഫണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതെല്ലാം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റുമായിട്ട് കാര്യക്ഷമമായിട്ട് ഫലപ്രാപ്തമായിട്ടുള്ള രീതിയിലൊക്കെ അത് കൺട്രോളിങ് ചെയ്ത് അല്ലെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം. വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, ഫണ്ട് ഇറക്കുന്നുണ്ട് അല്ലെ, എക്യുപ്മെന്റ്സ് മെഷീനറികളൊക്കെ അങ്ങനെയുള്ള ഫിക്സ്ഡ് അസറ്റ്സുകളൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഈ റിസോഴ്സുകളിലെല്ലാം തന്നെ അല്ലെ ഹ്യൂമന്റെ എഫേർട്ട് അവിടെ ആവശ്യമാണ്. സോ അവിടേക്ക് കൺട്രോൾ ചെയ്ത് അവിടേക്ക് സംഘടിപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ത് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വീണ്ടും ഒരു ഇതും കൂടി നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസ് എ പ്രോസസ് വെയർ ബൈ റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് പീപ്പിൾ, ഫിനാൻസ്, എക്യുപ്മെന്റ് ആൻഡ് facilities and mobilized ideally in an efficient and effective manner to serve the purpose of an institution. Okay, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് സർവീസ് ലഭ്യമാക്കുന്ന തരത്തിൽ, അതായത് കാര്യപ്രാപ്തിയോടുകൂടി അല്ലെ കാര്യക്ഷമമായിട്ട് തന്നെ ആ ഒരു പർപ്പസ് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും ഫണ്ട് ആവശ്യമാണ്, അത്യാവശ്യം നമുക്ക് വർക്കേഴ്സിന് ആവശ്യമാണ്, എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. ഇതെല്ലാം തന്നെ എന്താണ് ഈ റിസോഴ്സസ് എല്ലാം തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് മാനറോട് കൂടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ആര് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ്. തീർച്ചയായിട്ടും അത് മാനേജ് ചെയ്യും അല്ലെ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് തീർച്ചയായിട്ടും ഒരു നല്ല മാനേജ്മെന്റ് എന്ന് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് വെയർ ബൈ റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് പീപ്പിൾ, ഫിനാൻസ്, എക്യുപ്മെന്റ് ആൻഡ് ഫെസിലിറ്റീസ് ആർ മൊബിലൈസ്ഡ് അല്ലെ. അവിടെ പലതരത്തിലുള്ള റിസോഴ്സുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതിനെല്ലാം തന്നെ കൈകാര്യം ചെയ്യണം. Then ideally an efficient and effective manner. അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് തോന്നുന്ന മാതിരിയല്ല അല്ലെ, ഫണ്ട് ഉപയോഗിക്കുന്നത് തോന്നുന്ന മാതിരിയല്ല, അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് തോന്നുന്ന മാതിരിയല്ല, അതിനെല്ലാം ഒരു അടുക്കൻ ചിട്ടയോട് കൂടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനറിൽ അത് ഉപയോഗപ്രദമാക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് എന്താണ് നല്ലൊരു പർപ്പസോട് കൂടിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? ഇവിടെ ചെറിയ രീതിയിൽ റിസോഴ്സസ് ഏതാണെന്ന് കൂടി പറയുന്നുണ്ട്. മെന്നുണ്ട്, മണിയുണ്ട്, മെറ്റീരിയൽസ്, മെഷീനറി, മെത്തേഡ്. നമുക്കറിയാം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം റിസോഴ്സസിൽ പെടും അല്ലെ. മെന്നും മണിയും മെറ്റീരിയൽസ് മെഷീനറിയൊക്കെ ആ റിസോഴ്സസിൽ പെടും എന്ന് വെച്ചാൽ വിഭവങ്ങളിൽ പെടും. ദെൻ മെത്തേഡ് എന്ന് പറയുന്ന അത് നമുക്കറിയാം ഇതെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ആ ഒരു രീതി ഫോളോ ചെയ്യുമ്പോഴാണ് ആ റിസോഴ്സസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള റിസോഴ്സസിനെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെന്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും അല്ലെ. ഈ പറഞ്ഞ റിസോഴ്സുകളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയും എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയും. ഈ എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഹോസ്പിറ്റലൊക്കെ അത് കൈകാര്യം ചെയ്തെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്
അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഓക്കെ ആണോ? മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു പോർഷൻ ആണ് നമ്മൾ ഇപ്പൊ എടുത്തത്, ലാസ്റ്റ് എടുത്തത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പല മെത്തേഡുകളും നമുക്ക് ഉണ്ടാക്കണം. അതിന് പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻസ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടില്ല അല്ലെ. നമ്മള് ഏത് മെത്തേഡ് ആണെന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. നമ്മുടെ രീതി അനുസരിച്ചിട്ടല്ലേ ഡിഫറെന്റ് ടൈപ്സിലുള്ള മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ റിസോഴ്സുകൾ എന്നുള്ള കാര്യം നോക്കുമ്പോൾ മണി, മെറ്റീരിയൽസ്, മിഷനറി, ഈ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിൽ കൂടി, അതായത് ഫലപ്രാപ്തമായിട്ടുള്ള മെത്തേഡിൽ കൂടി കൈകാര്യം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്കിപ്പോ ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ ഡിഫറെന്റ് ആയിരിക്കും. മിഷനറി ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും. മെറ്റീരിയൽസ് ആണെങ്കിലും അതിന്റെ എഫക്റ്റീവ് മെത്തേഡ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. റിസോഴ്സസിനെ കൊടുക്കുന്ന ആ ഒരു മെത്തേഡുകളെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതൊരു നല്ല മാനേജ്മെന്റ് സിസ്റ്റം ആണെന്ന് വിശേഷിപ്പിക്കും. ഓക്കെ ആണോ? ഓക്കെ ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇങ്ങനെ എടുത്താൽ മതിയോ? ഇല്ല, ഇങ്ങനെ എടുത്താൽ മതിയോ? പുതിയ വ്യക്തികൾക്കും ഓക്കെയാണോ? എന്തെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചോദിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഇന്നെടുത്ത ഏതെങ്കിലും ഭാഗത്ത്? പ്രദേശമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.